ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുമരാമത്ത് റോഡുകളെ ഏറ്റവും മികച്ചതാക്കാനുള്ള പുതിയ നിർമ്മാണ രീതികൾ പരമാവധി അവലംബിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനും എതിരായ ആരോപണങ്ങളെല്ലാം പരിശോധിക്കപ്പെടുമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. വനിതാ ശിശുവികസന വകുപ്പിന് സ്വന്തമായ ഓഫീസ് സമുച്ചയം മറ്റു ജില്ലകളിലും നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോംട്രസ്റ്റ് ഭൂമി വിൽപ്പന റദ്ദാക്കി സർക്കാർ ഏറ്റെടുത്ത് KSIDCക്ക് കൈമാറണമെന്ന് കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മ. ദർശനം ഗ്രന്ഥശാലയിൽ തണലിടം തുറന്നു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. പൊതുമരാമത്ത് റോഡുകളെ ഏറ്റവും മികച്ചതാക്കാനുള്ള പുതിയ നിർമ്മാണ രീതികൾ പരമാവധി അവലംബിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ്. വെങ്ങളം കാപ്പാട് റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെങ്ങളം കാപ്പാട് റോഡ് നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം മന്ത്രി P.A. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 2.82 കോടി രൂപയാണ് നവീകരണ പ്രവർത്തികൾക്കായി ചിലവഴിക്കുക. ദേശീയപാതയിൽ നിന്നും റെയിൽവേ ഗേറ്റില്ലാതെ കാപ്പാട് ബീച്ചിലേക്ക് എത്താവുന്ന ഈ റോഡിന്റെ നവീകരണം പൂർത്തിയാവുന്നതോടെ ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാകുമെന്നും റോഡിന്റെ നവീകരണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ PWD റോഡുകളെ ഏറ്റവും മികച്ച റോഡുകളാക്കി മാറ്റാനുള്ള നിർമ്മാണ രീതി അത് പരമാവധി അവലംബിക്കാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8-10 കൊല്ലത്തേക്ക് ഒരു കുഴപ്പം വരാത്ത റോഡുകൾ BMNBC റോഡുകളാണ്. BMNBC റോഡിന്റെ പ്രത്യേകത ഒരു 5-8 കൊല്ലത്തേക്ക് നിൽക്കും. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡാണെങ്കിൽ ഒരു 1-2 വർഷം അത് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നം വരും. എന്നാൽ BMNBC ഒരു 8 കൊല്ലത്തേക്ക് ഒരു കുഴപ്പമുണ്ടാകും. എന്നാൽ ചെലവ് കൂടുതലാണ്. 1 കിലോമീറ്റർ റോഡ് BMNBC ആക്കുന്നതിന് ഏകദേശം 50 ലക്ഷം രൂപ അധികം. ഈ റോഡ് 2.5 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ റോഡിന് BMNBCയുടെ ചെലവും ചിപ്പിംഗ് കാർപ്പറ്റിന്റെ ചെലവ് കൊടുത്ത് പരിശോധിച്ചാൽ ഒരു 50 ലക്ഷം രൂപ അധികം. ഈ റോഡ് ഇപ്പൊ BMNBC റോഡാക്കാൻ പോകും. 2.5 കിലോമീറ്റർ ദേശീയപാതയിൽ നിന്നും റെയിൽവേ ഗേറ്റ് ഇല്ലാതെ കാപ്പാടേക്ക് എത്താൻ പറ്റുന്ന റോഡ് എന്നുള്ളതിൽ BMNBC ആകും. ചടങ്ങിൽ കാനത്തിൽ ജമീല MLA അധ്യക്ഷത വഹിച്ചു. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാബുരാജ്, ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദ്ദീഖ് കിഴക്കയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ്, MP ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR രജിത് കുമാറിനും എതിരായ ആരോപണങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ നിലപാട് നമുക്ക് വിടാം. അദ്ദേഹം പരിശോധിക്കണം. അത് അദ്ദേഹം പരിശോധിക്കട്ടെ. പരസ്യമായി മനസ്സിലായി. എനിക്ക് താങ്കൾ പറഞ്ഞത് മനസ്സിലായി. അത് അദ്ദേഹം പരിശോധിക്കട്ടെ. ഇത് പരസ്യമായി പത്രങ്ങളിൽ പറയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി ഉന്നയിക്കല്ലേ വേണ്ടത് എന്നുള്ളതാണ് താങ്കൾ ചോദിച്ചിട്ടുള്ള കാര്യം. അത് ആ അഭിപ്രായങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. അത് നമുക്ക് പരിശോധിക്കാം. ചെയ്യേണ്ടത് കീഴ്വഴക്കാണ്. അതിന്റെ ആർക്കും അഭിപ്രായം ചേർന്നു.
PV അൻവർ MLA ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം അതീവ ഗൗരവമുള്ളതാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെയും ഇടതുമുന്നണിയുടെയും മുൻപിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളുടെ മുന്നിലായിരുന്നു അവതരിപ്പിക്കേണ്ടിയിരുന്നത് എന്ന കാര്യം PV അൻവർ പരിശോധിക്കട്ടെ എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇടതുമുന്നണി കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോഴിക്കോട് പ്രസ് ക്ലബ്ബിലെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു TP രാമകൃഷ്ണൻ. PV അൻവർ സർക്കാരിനെയോ ആഭ്യന്തര വകുപ്പിനെയോ പ്രതിക്കൂട്ടിലാക്കിയിട്ടില്ല. ആഭ്യന്തര വകുപ്പിനെതിരായല്ല, ഏതാനും ചില ഉദ്യോഗസ്ഥർക്കെതിരായിരുന്നു അൻവറിന്റെ ആരോപണം. ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കുറ്റവാളിയാകില്ല. അന്വേഷണത്തിലൂടെ മാത്രമേ കുറ്റവാളിയാണോ എന്ന് അറിയാൻ സാധിക്കൂ. നിയമപരമായി മാത്രമേ അന്വേഷണം നടത്താൻ സാധിക്കൂ. താൻ മന്ത്രിയായിരുന്ന സമയത്ത് തനിക്കെതിരെയും പല ആരോപണങ്ങൾ വന്നു. എന്നാൽ അതിൽ കഴമ്പുണ്ടായിരുന്നില്ലെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനിതാ ശിശുവികസന വകുപ്പിന് സ്വന്തമായി ഓഫീസ് സമുച്ചയം മറ്റ് ജില്ലകളിലും നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട് കലക്ടറേറ്റിൽ നിർമ്മിച്ച ഓഫീസിന്റെ സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനിതാ ശിശു വികസന വകുപ്പ് സമുച്ചയം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വനിതകൾ പ്രവർത്തിക്കുന്ന വകുപ്പിൽ വനിതകൾക്ക് സുരക്ഷിതമായും ആരോഗ്യകരമായും ജോലി ചെയ്യുന്നതിനു വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സ്വന്തമായി ഓഫീസ് സമുച്ചയം മറ്റു ജില്ലകളിലും ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്നവർക്ക് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ആ രീതിയിലേക്ക് താതാത്മ്യം പ്രാപിക്കാനായിട്ട് കഴിയും. അപ്പോൾ വനിതകളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ സെൻസിറ്റീവ് ആകാൻ വിഷയങ്ങൾ കഴിയുന്നത് കൊണ്ടുകൂടിയാണ് നമ്മുടെ വകുപ്പിൽ ഏറ്റവും കൂടുതൽ വനിതകളുള്ളത്. അപ്പോൾ വനിതകൾ പ്രവർത്തിക്കുന്ന ഏറ്റവും അധികം വനിതകളുള്ള നമ്മുടെ വകുപ്പിൽ വനിതകൾക്ക് സുരക്ഷിതമായി ആരോഗ്യകരമായി ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് ഈ സമീപകാലത്ത് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വകുപ്പെന്നുള്ള നിലയിൽ ഭരണപരമായിട്ടുള്ള കൺവീനിയൻസിനും ഭരണനിർവഹണത്തിനും വേണ്ടിയിട്ടും ഓഫീസ് എന്നുള്ള നിലയിൽ അത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രൻ, വാർഡ് കൗൺസിലർ MN പ്രവീൺ, ADM C. മുഹമ്മദ് റഫീഖ്, പ്രോഗ്രാം ഓഫീസർ അനിത PP തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോംട്രസ്റ്റ് ഭൂമി വിൽപ്പന റദ്ദാക്കി സർക്കാർ ഏറ്റെടുത്ത് KSIDCക്ക് കൈമാറണമെന്ന് കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മ. എന്നാൽ ഇപ്പോൾ പേ പാർക്കിംഗ് നടത്തുന്ന സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ നിയമത്തിൽ പറഞ്ഞതിൽ പെടില്ലെന്ന് സ്ഥലം വാങ്ങിയ വ്യാപാരി ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് അധികൃതർ പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസ് തീർപ്പാകും വരെ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് തൊഴിലാളി കൂട്ടായ്മ പ്രസിഡന്റ് MK രജീന്ദ്രൻ, സെക്രട്ടറി PK സന്തോഷ് കുമാർ എന്നിവർ പറഞ്ഞു. കമ്പനി അടച്ചുപൂട്ടിയത് നിയമവിരുദ്ധമാണെന്നും ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിൽ തർക്കം നിലനിൽക്കെ ഭൂമി വിൽപ്പന നടത്തിയതും വാങ്ങിയതും നിയമവിരുദ്ധമാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. അത് സൊസൈറ്റിയുടെ സ്ഥലമാണ്. അത് അതിൻ്റെ അകത്ത് 2000 ആ ഡേറ്റ് പ്രകാരം അത് VTC എന്ന് പറയുന്ന VKCന്റെ കമ്പനിക്ക് അത് അവർ മറച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പോയിട്ട് ഇപ്പോൾ ആ 40 സെൻസ് അവർ ഒറ്റ കഷ്ണമായിട്ട് നിൽക്കുകയാണ്. അവർ പോയി കോർപ്പറേഷനിൽ പോയിട്ട് പെർമിഷൻ വാങ്ങി 2 പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തിട്ട് തൊഴിലാളി തന്നെ കൊടുത്തത്. പരാതി 2 പ്രാവശ്യം അത് കൂട്ടിച്ചതാണ്. കരുതലും കൈത്താങ്കിലും അവരുടെ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ എല്ലാ ഈ പരാതി കൊടുത്ത്
ജില്ലാ കളക്ടർക്കൊക്കെ കൊടുത്തിട്ടാണ് അത് കൂട്ടിച്ചത്. അപ്പൊ ഇപ്പൊ അടുത്ത് കൊടുത്തപ്പോഴും സർക്കാർ പറഞ്ഞത് കോർപ്പറേഷനോടും കളക്ടറോടും അതിന്റെ റിപ്പോർട്ട് കൊടുക്കാനാണ്. എന്നാൽ പ്രൊവിഡന്റ് ഫണ്ട് കുടിശ്ശികയും മറ്റ് ബാധ്യതകളും തീർക്കാൻ ഹൈക്കോടതിയുടെ അനുമതിയോടെ കോൺട്രസ്റ്റ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റി ആൻഡ് സെന്റർ ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ലിമിറ്റഡിന് വിറ്റ 45 സ്ഥലത്തിൽ നിന്നുള്ള 26 സെന്റ് സ്ഥലമാണ് വ്യാപാരി ട്രേഡ് സെന്റർ വാങ്ങിയതെന്ന് ചെയർമാൻ VKC മുഹമ്മദ് കോയ, മാനേജിംഗ് ഡയറക്ടർ AT അബ്ദുള്ള കോയ എന്നിവർ പറഞ്ഞു. ഹൈക്കോടതി തീരുമാനിച്ചു ഏതെങ്കിലും ഒരു 45 സെന്റ് ഭൂമി, ഏതെങ്കിലും സർവേയിൽപ്പെട്ട 45 സെന്റ് ഭൂമി വിറ്റിട്ട് ഈ കോൺട്രസ്റ്റിന് ഫ്രോഡൻ ഫണ്ട് കുടിച്ചുകയും ESI കോർപ്പറേഷനിൽ കുടിച്ചുകയും ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്ന കുടിച്ചുകയും മാറ്റാൻ വേണ്ടി ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. അത് 51/77/2008 എന്ന ഹൈക്കോടതി വിധി WPC അതാണ്. ആ വിധി പ്രകാരമാണ് ഉത്തരവിട്ടത്. സൊസൈറ്റി വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടിയാണ് സ്ഥലം വിൽപ്പന നടത്തിയത്. സ്ഥലത്ത് കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ പ്ലാൻ പദ്ധതിയുണ്ട്. ഭാവിയിൽ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ മാത്രമാണ് കോടതിയെ സമീപിച്ചതെന്നും VKC മുഹമ്മദ് കോയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരുന്ന എലത്തൂർ റെയിൽവേ ഗേറ്റ് റോഡ് നവീകരിച്ചു. റെയിൽവേ ഗേറ്റ് മുറിച്ചു കടക്കുന്ന ഭാഗത്ത് പൂട്ടുകെട്ട പാകിയാണ് ശോച്യാവസ്ഥ പരിഹരിച്ചത്. നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഇത്. റെയിൽവേ ഗേറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായി ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായ റെയിൽവേ ഗേറ്റ് മുറിച്ചു കടക്കുന്ന ഭാഗത്തുള്ള പൂട്ടുകട്ട വിരിക്കുന്ന പ്രവൃത്തി ഇന്നലെ പൂർത്തിയായി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ കോൺക്രീറ്റ് കട്ടകൾ നിരത്തിയിരുന്നു. പിന്നീട് ഈ കട്ടകൾ പലതും ഇളകിപ്പോയത് ജനങ്ങളെ ദുരിതത്തിലാക്കി. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. കാൽനട യാത്രക്കാരും ഏറെ പ്രയാസമനുഭവിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ജനങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തുകയും റെയിൽവേക്ക് പരാതി നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഇവിടെ പ്രവൃത്തി ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, എലത്തൂർ. ദർശനം ഗ്രന്ഥശാലയിൽ തണലിടം തുറന്നു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൗരന്മാർക്കായി വയോമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് തണലിടം ആരംഭിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ 16-ാം വാർഡിലെ കളാണ്ടിത്താടത്ത് അശ്വതി രാമൻ നിർമ്മിച്ചു നൽകിയ സംവിധാനത്തിലാണ് തണലിടം പ്രവർത്തിക്കുക. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ദർശനം ഗ്രന്ഥശാലയിൽ നടന്നുവരുന്ന വയോമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് തണലിടം ആരംഭിച്ചത്. തണലിടത്തിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. അതിലിറങ്ങി വരുന്ന ആൾക്കാരിൽ 99% ഒറ്റപ്പെട്ട വ്യത്യാസങ്ങൾ ഉണ്ടാവും. പതറരുത്, ഇന്റേതായിട്ടാണ് പറയാൻ. ഒറ്റപ്പെട്ട അപഭ്രംശങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിന്റെ കാര്യം ആഘോഷിക്കാൻ ഇവിടെ മാധ്യമങ്ങൾ ചാക്കിണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് ഈ ലോകം ഈ അവസ്ഥയിൽ എത്തിച്ചത്. കുറേ പേരുടെ കഷ്ടപ്പാടുണ്ട്. അതിന്റെ ഒരു പിന്തുണച്ചാവകാശം ധൈര്യത്തോടുകൂടി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ തത്വസംഹിതയുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 199 1% പേർ കാട്ടിക്കൂട്ടുന്ന വികസനമുണ്ട് മറ്റുള്ളവരെയാണ്. വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീറ, സ്റ്റാഫ് നഴ്സ് CK രഞ്ജിഷ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗോപിക ശശീന്ദ്രൻ എന്നിവരെ വാർഡ് കൗൺസിലർ MP ഹമീദ് മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P ദിവാകരൻ അധ്യക്ഷനായിരുന്നു. വയോമിത്രം പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഏകാഗ്രതയോടെ ശ്വസനം എന്ന വിഷയത്തിൽ ജിനീഷ് ശാന്തിയോഗയുടെ തത്സമയ അവതരണവും ഉണ്ടായിരുന്നു. ജീവിതശൈലി രോഗങ്ങൾക്കും വയോജനങ്ങളുടെ കൈകാൽ മരവിപ്പിനും ഫലപ്രദമായ യോഗാവിദ്യകൾ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചു. വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീറ, ലൈബ്രറി കൗൺസിൽ ചേവായൂർ മേഖലാ കൺവീനർ N ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ദർശനം വയോജനവേദി കൺവീനർ KT ഫിലിപ്പ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
the real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വൈറ്റ് ഗാർഡ് കമ്മ്യൂണിറ്റി കെയർ കോൺഫറൻസ് കൊടുവള്ളിയിൽ സമാപിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിന്റെ കരുത്തും ഇച്ഛാശക്തിയുമാണ് വൈറ്റ് ഗാർഡിന് വ്യത്യസ്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഗാർഡ് കമ്മ്യൂണിറ്റി കെയർ കോൺഫറൻസ് കൊടുവള്ളിയിൽ നടന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. വൈറ്റ് ഗാർഡ് അംഗങ്ങളുടെ പരേഡിൽ PK ഫിറോസ് സല്യൂട്ട് സ്വീകരിച്ചു. പ്രകൃതി ദുരന്തങ്ങളിലടക്കം അത്യാവശ്യ ഘട്ടങ്ങളിൽ അവിശ്വസനീയമായ മനക്കരുത്തോടെ കർമ്മഭൂമിയിലിറങ്ങാൻ യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് സേനയെ പ്രേരിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ ഉൾക്കരുത്തും പ്രപിതാക്കളായ സംഘടനാ നേതാക്കൾ പകർന്നു നൽകിയ ഇച്ഛാശക്തിയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാലോചിതമായ മാറ്റങ്ങളോടെ വൈറ്റ് ഗാർഡിനെ പരിഷ്കരിക്കുമെന്നും കൂടുതൽ പരിശീലനം ലഭിച്ച റെസ്ക്യൂ ടീം സന്നദ്ധ സേവകരായി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രക്ഷാപ്രവർത്തന സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് അതിജീവനത്തിന് സാധ്യമായത് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യുന്ന ഒരു സംഘമായി വൈറ്റ് ഗാർഡ്. വൈറ്റ് ഗാർഡ് ഇപ്പോൾ എല്ലായിടത്തും ഇത്തരം സേവനം ലഭിച്ചില്ല. വൈറ്റ് ഗാർഡ് പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തുന്നത് വൈറ്റ് ഭാഗമായി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ വരുന്ന സെപ്റ്റംബർ 11-ാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ വൈറ്റ് ഗാർഡ് ആയതുപോലെ പങ്കെടുപ്പിച്ചുകൊണ്ട് വയനാട്ടിലും അതുപോലെ തന്നെ ഉണ്ടായ പരിസര പ്രദേശങ്ങളിലൊക്കെ സേവനം അനുഷ്ഠിച്ച അതുപോലെ തന്നെ വിലങ്ങാടും സേവനം അനുഷ്ഠിച്ച വൈറ്റ് ഗാർഡ് വൈദ്യന്മാർക്കുള്ള ആദരവ് സെപ്റ്റംബർ 11-ാം തീയതി. പരിപാടിയിൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് OK ഇസ്മായിൽ അധ്യക്ഷനായിരുന്നു. വൈറ്റ് ഗാർഡ് സംസ്ഥാന കോർഡിനേറ്റർ ഫൈസൽ ബാഫക്കി തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. MA റസാഖ് മാസ്റ്റർ, VM ഉമ്മർ മാസ്റ്റർ, KK ഖാദർ, T മൊയ്തീൻ കോയ, റഫീഖ് കൂടത്തായി, PV ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. വൈറ്റ് ഗാർഡ് കൊടുവള്ളി മണ്ഡലം കോർഡിനേറ്ററായി M നസീഫിനെയും ക്യാപ്റ്റനായി നാസർ ചമലിനെയും വൈസ് ക്യാപ്റ്റനായി നസീം വെസ്റ്റ് വെണ്ണക്കോട് എന്നിവരെയും തെരഞ്ഞെടുത്തു. പരിശീലന ക്ലാസ്സിന് അഡ്വക്കേറ്റ് നവാസ് ജാൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊടുവള്ളി. നടുവണ്ണൂർ കോട്ടൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തി. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും നടത്തി. ഭരണസമിതിയുടെ അവഗണനയ്ക്കെതിരെയാണ് നാട്ടുകാർ സംഘടിച്ചത്. കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലെ 6-ാം കോട്ടയ്ക്കൽ താഴെ റോഡും കുമ്പോട്ട് താഴം റോഡും പാലവും ഒതയോത്ത് റോഡും വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലും പരിസരവാസികളോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ അവഗണനയ്ക്കെതിരെയാണ് UDF നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ധർണയിൽ M ബഷീർ അധ്യക്ഷനായിരുന്നു. TK ചന്ദ്രൻ, അബൂബക്കർ KK, CH സുരേന്ദ്രൻ, അബ്ദുസമദ്, ഹസൻ കോയ, VP ഗോവിന്ദൻ, അർജുൻ പൂനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ധർണയ്ക്ക് ശേഷം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒപ്പുശേഖരണവും നിവേദനവും സെക്രട്ടറിക്ക് കൈമാറി. വീട്ടമ്മമാർ മഴക്കാലത്തെ തങ്ങളുടെ പ്രദേശത്തെ വഴിയുടെ അവസ്ഥയും ബുദ്ധിമുട്ടും സെക്രട്ടറിയെ അറിയിച്ചു. സുരേഷ് ബാബു, PK, VM മൂസാൻകുട്ടി, ഷിജിത്ത് KP, അഷറഫ്, സാജിദ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. ഐവ ആർട്ട് ഓഫ് AI നേതൃത്വത്തിൽ സെപ്റ്റംബർ 5-ന് നിർമ്മിത ബുദ്ധി ആർട്ട് ഡിജിറ്റൽ ഷോ സംഘടിപ്പിക്കും. ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സൗജന്യമായിട്ട് വെബിനാറുകൾ AI വിവിധ വശങ്ങളെക്കുറിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പല മേഖലകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടെക്നോളജിയാണ് AI. അതെങ്ങനെയൊക്കെ നമുക്ക് സാധ്യമാക്കാം എന്നതിനെക്കുറിച്ച് വെബിനാറുകൾ നടത്തി വരികയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഓൺലൈൻ എന്ന കാറ്റഗറി വിട്ട് ഓഫ്ലൈൻ കൂടി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ സെപ്റ്റംബർ 5-ന് ഞങ്ങൾ
ഐവ ആർട്ട് ഓഫ് എ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ഷോ നടത്താനാണ് തീരുമാനിച്ചത്. രാവിലെ 10 മുതൽ രാത്രി 8 വരെ നടക്കുന്ന ഷോയിൽ വീഡിയോ, ഫോട്ടോ തുടങ്ങിയവയുടെ പ്രദർശനം, സെമിനാറുകൾ, ചർച്ച, ലൈവ് ഡെമോ ക്ലാസ്, ഓപ്പൺ ഫോറം, പാനൽ ചർച്ച തുടങ്ങിയവ നടത്തുമെന്ന് ആർട്ട് ഓഫ് ഐ ഫൗണ്ടർ ഷിജു സദൻ, എഡ്യൂക്കേഷൻ ഡയറക്ടർ ടെന്നിസൺ മോറിസ് എന്നിവർ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ ഡയറക്ടർ ദാമോദർ പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്നും സാരഥികൾ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, ബിസിനസ്സുകാർക്ക്, ആർട്ടിസ്റ്റുകൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനെ കാറ്റഗറിയിൽ AI എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ള അവയർനെസ് സെമിനാറുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. വിനായക ചതുർത്ഥി തെപ്പരഥോത്സവത്തിനൊരുങ്ങി തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. സെപ്റ്റംബർ 3 മുതൽ 7 വരെ നടക്കുന്ന ഉത്സവത്തിനായി തളി ക്ഷേത്രക്കുളവും പരിസരവും ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കി. ദേവഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, തിരുമാന്താംകുന്ന് ദേവി, അനന്തശയനം, ലക്ഷ്മി നരസിംഹമൂർത്തി, ഭുവനേശ്വരി, ഗുരുവായൂരപ്പൻ, പരമശിവൻ, കാഞ്ചി കാമാക്ഷി, അന്നപൂർണേശ്വരി, ശ്രീകൃഷ്ണൻ, ശിവപാർവതി, മഹാവിഷ്ണു തുടങ്ങിയ 15 വൈദ്യുത ദീപാലങ്കാര ടവറുകളാണ് തളിക്കുളത്തിന് ചുറ്റും സജ്ജീകരിച്ചിരിക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ഗജപൂജ നടക്കും. വിനായക ചതുർത്ഥി ദിവസമായ സെപ്റ്റംബർ 7 വിശേഷാൽ മഹാഗണപതി ഹോമം നടക്കും. ഇതിനായി പ്രത്യേകം വഴിപാട് കൗണ്ടറുകൾ തുറന്നു. തളി ബ്രാഹ്മണ സമൂഹം മുഖ്യപുരോഹിതൻ രാഹുൽ വാദ്യാരുടെ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുക. കടകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ പാലത്ത് ബസാറിൽ കൂരിരുട്ട്. വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച 2 ഹൈമാസ് ലൈറ്റ് മാസങ്ങളായി കത്തുന്നില്ല. ബസാറിലെ ഒരു സ്ട്രീറ്റ് ലൈറ്റും പ്രകാശിക്കുന്നില്ല. ബസാറിലെ തുടക്കത്തിലുള്ള 2 ഹമ്പുകളിലും ഇരുട്ടായാൽ ബൈക്കുകളും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുന്നു. നിരന്തരമായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കടകളിലെ മുഴുവൻ ലൈറ്റുകളും ഓഫ് ചെയ്ത് മെഴുകുതിരി കത്തിച്ചതിനു ശേഷം പന്തം കൊളുത്തിയായിരുന്നു പ്രകടനം. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം അധികാരികൾക്കുള്ള താക്കീതായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി സിറാജ് എം, വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ പി, സുനിൽകുമാർ ഊട്ടുകുളം, സെക്രട്ടറിമാരായ അഫ്സൽ, NP അരുൺ, യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിനോജ്, ജനറൽ സെക്രട്ടറി നൌഫൽ സി, ട്രഷറർ പ്രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുമരാമത്ത് റോഡുകളെ ഏറ്റവും മികച്ചതാക്കാനുള്ള പുതിയ നിർമ്മാണ രീതികൾ പരമാവധി അവലംബിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനും എതിരായ ആരോപണങ്ങളെല്ലാം പരിശോധിക്കപ്പെടുമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. വനിതാ ശിശു വികസന വകുപ്പിന് സ്വന്തമായ ഓഫീസ് സമുച്ചയം മറ്റു ജില്ലകളിലും നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോംട്രസ്റ്റ് ഭൂമി വിൽപ്പന റദ്ദാക്കി സർക്കാർ ഏറ്റെടുത്ത് KSIDCക്ക് കൈമാറണമെന്ന് കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മ. ദർശനം ഗ്രന്ഥശാലയിൽ തണലിടം തുറന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.